മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ജൂതൻ വന്ന് ചോദിക്കുന്നുണ്ട്, ഒരു കാര്യം പറയുന്നുണ്ട്. അല്ലയോ ഉമർ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, ആ ആയത്തെങ്ങാനും ഞങ്ങൾക്കാണ് ഇറങ്ങിയതെങ്കിൽ ഞങ്ങൾ പെരുന്നാളായി ആ ദിവസത്തെ ആഘോഷിച്ചേനെ, പെരുന്നാളായിട്ട് ഞങ്ങൾ കൊണ്ടാടിയേനെ. അതേതായത്താണ്? അത് സൂറത്തുൽ മാഇദയിലെ 5-ാമത്തെ ആയത്താണ്. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്നേ ദിവസം നിങ്ങൾക്ക് ദീനിത പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ദിവസമാണിതെന്ന് റബ്ബുൽ ആലമീൻ. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഏറ്റവും ഹൃദ്യമായ മതമായി ഇസ്ലാമിനെ അല്ലാഹു റബ്ബുൽ ആലമീൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നുവെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രഖ്യാപിച്ച ദിവസമാണ് അറഫ. എനിക്കത് ഓർമ്മയുണ്ട്. അത് അറഫ്ന, ഞങ്ങൾക്കത് ഓർമ്മയുണ്ട്. അന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറഫാ ദിനത്തിൽ അറഫയിൽ നിൽക്കുകയായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ വലിയ മഹത്വമാണ്. എന്തിനേറെ, അറഫാ ദിവസത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നരകമോചനം നൽകുന്നത് പോലെ മറ്റൊരു ദിവസവും നൽകുന്നില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ യൗമിൻ അക്തറ മിൻ അൻ യുഅ്തിഖ അല്ലാഹു ഫീഹി ഇത്ഖൻ മിനൻ നാർ. അല്ലാഹു റബ്ബുൽ ആലമീൻ തന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോലെ, അറഫയിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോലെ മറ്റൊരു ദിവസവും അല്ലാഹു മോചിപ്പിക്കുന്നില്ല എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അറഫ ദിവസം അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോലെ മറ്റൊരു ദിവസം ഇല്ല എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് റമദാൻ ഉൾപ്പെടെ, അല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠത നൽകിയ പകൽ ഏതാണ്? അത് അറഫയുടെ പകലാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. എന്താണ് ഈ അറഫയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യം? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അറഫ എന്നുള്ള പേര് വരാൻ കാരണം എന്താണ്? മുഫസ്സിറുകൾ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, ആദം നബിയും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആദം നബി തെറ്റ് ചെയ്തോ? ആദം നബി തെറ്റ് ചെയ്തോ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഴം തിന്നില്ലേ ഉസ്താദേ? തെറ്റ് ചെയ്തോ? ഖുർആൻ പറയുന്നു, നാസിയൻ, ആദം നബി അലൈഹി സ്വലാം മറന്നുകൊണ്ട് ഭക്ഷിച്ചതാണ്. മറന്നുകൊണ്ടാണ്. ഇപ്പോ നമ്മൾ നോമ്പ് പിടിച്ചിട്ട് മറന്നുകൊണ്ട് ഒരു ചെമ്പ് ബിരിയാണി എന്നാലും നോമ്പ് മുറിയോ? ചെമ്പും തിന്നൂല. ഒരു ചെമ്പ് നിങ്ങൾ മറന്നു, ഇന്ന് നോമ്പാണെന്ന് മറന്നുപോയി, പക്ഷേ ഒരു ചെമ്പ് ബിരിയാണി കഴിച്ചു, നോമ്പ് മുറിയോ? മുറിയില്ല. മറന്നുകൊണ്ട് ചെയ്താലേ തെറ്റല്ല. പിന്നെ എന്തുകൊണ്ടാണ് പുറത്താക്കിയെന്ന് വെച്ചാല് അല്ലാഹു റബ്ബുൽ ആലമീൻ മലക്കുകളോട് പറഞ്ഞു, വഇദ് ഖാല റബ്ബുക ലിൽ മലായിക ഇന്നി ജാഇലു ഫിൽ അർദി ഖലീഫ ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രതിനിധിയെ ഭൂമിയിൽ നിശ്ചയിച്ചു. എവിടെ നിശ്ചയിച്ചു? ഭൂമി. എന്നിട്ട് ആദം നബിയെ പഠിച്ചത് എവിടെയാണ്? പഠിച്ചത് സ്വർഗത്തിലാണ്. അപ്പൊ അല്ലാഹു റബ്ബുൽ ആലമീൻ ആദം നബിയെ ഭൂമിയിലേക്ക് എത്തിക്കണ്ടേ? ജസ്റ്റ് ഒരു റീസൺ ആണ്, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അമ്പിയാക്കൾ പിഴവ് ചെയ്യുന്നവരല്ല, തെറ്റുകൾ അവരിൽ നിന്ന് സംഭവിക്കില്ല, അവർ മഅസൂമുകളാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടെ അമ്പിയാക്കളുടെ ലീഡറാണ്. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും പുറത്താക്കപ്പെട്ടു. രണ്ടുപേരും രണ്ട് ദിക്കിലാണ് വീണത്. പിന്നെ അവർ കണ്ടുമുട്ടിയ സ്ഥലമാണിത് അറഫ. അറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞു, കണ്ടുമുട്ടി എന്നൊക്കെയാണ് അർത്ഥം പറയുന്നത്. മറ്റൊരു ആശയം എന്ന് പറഞ്ഞാല്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ജിബ്രീൽ അലൈഹിസ്സലാം ഹജ്ജിന്റെ അമലുകളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ, ഹജ്ജിന്റെ അമലുകളൊക്കെ കാണിച്ചു കൊടുത്ത് എല്ലാം റെഡിയാക്കി അറഫ എന്ന് പറയുന്ന മരുഭൂമിയിൽ എത്തിയപ്പോ, ആ ഒരു പ്രദേശത്ത് എത്തിയപ്പോ, അറഫ നിങ്ങൾക്ക് എല്ലാം തിരിഞ്ഞില്ലേ? എല്ലാം മനസ്സിലായില്ലേ? എല്ലാം കണ്ട് ക്ലിയറായി പഠിച്ചില്ലേ? അങ്ങനെയാണ് അറഫ എന്ന പേര് വന്നതെന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. ഏതായാലും പേരെങ്ങനെ വന്നാലും ആ സ്ഥലത്തിന് വലിയ ഇമ്പോർട്ടൻസ് ആണ്.
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, അല്ലാഹു റബ്ബുൽ ആലമീൻ ജഗന്നിയന്താവായ തമ്പുരാൻ തന്റെ അടിമകളെ കുറിച്ചോർത്ത് അഭിമാനം പറയുന്ന നിമിഷമാണത്രയത്. ഫയുബാഹി ബി അഹ്ലിൽ അർദ് അഹ്ലസ് സമാ, വാനലോകത്ത് താമസിക്കുന്ന മാലാഖമാരോട് തന്റെ അടിമകളെ കുറിച്ച് അല്ലാഹു അഭിമാനം പറയുമെന്ന് റസൂലുള്ളാഹ്. മലക്കുകളെ കണ്ടില്ലേ, എന്റെ അടിമകളെ കണ്ടില്ലേ? അല്ലാഹ് പറയുന്ന വർച്ചാനം, ഉൻദുറൂ ഇലാ ഇബാദി, ഇബാദി, എന്റെ അടിമ, എന്റെ അടിമകളിലേക്ക് ഒന്ന് നോക്ക് മലക്കുകളെ. ഈ എന്റെ അടിമ അല്ലാഹ് നമ്മളെ കുറിച്ച് പറയണമെങ്കിൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാവരും ഇബാദി എന്ന ലിസ്റ്റിൽ പെടുവോ? ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ വഇബാദുർ റഹ്മാൻ, കാരുണ്യവാന്റെ അടിമകൾ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. ആ ലിസ്റ്റിൽ ഈ പറയുന്ന ക്വാളിറ്റിയുള്ള ആളുകൾ മാത്രമേ പെടുള്ളൂ. യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അടിമകളെ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, അല്ല നിങ്ങൾ ആരുടെ അടിമയാണ്? നമ്മളോട് ചോദിച്ചപ്പോ എന്താ പറയാ? നമ്മളെന്ത് പറയും? ആരുടെ അടിമയാന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ അടിമ, അത് പുസ്തകം അറിയാൻ പാടില്ലേ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു ചോദിച്ചപ്പോ മൂപ്പര് ബോധം കിട്ടുന്നു. ബോധമറ്റ് താഴെ വീണു. വെള്ളം തെളിച്ചെഴുന്നേൽപ്പിച്ചപ്പോ ഇതിപ്പോ അള്ളാന്റെ അടിമയാണ് നമ്മളെന്ന് എല്ലാവർക്കും അറിയാൻ പാടില്ലേ? ബോധം കെട്ടി വീഴാൻ മാത്രം ഇതിലിപ്പോ എന്തുണ്ടായത്? കാര്യമുണ്ട്. ആരുടെ അടിമയാണെന്ന് നിങ്ങൾ ചോദിച്ചപ്പോഴേ എന്റെ നാഥന്റെ അടിമയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഉടമയായ റബ്ബ് പറഞ്ഞതൊക്കെ അംഗീകരിക്കുന്നവനാണ്, പറഞ്ഞതൊക്കെ അനുസരിക്കുന്നവനാണ് അടിമ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു യഥാർത്ഥ അടിമയാവോ? അതോർത്തപ്പോ എനിക്ക് ഭയന്നുപോയി. ഞാൻ അങ്ങനെ ബോധമറ്റ് വീണതാണ്. സയ്യിദി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മൂപ്പര് സുൽത്താനായിരുന്നു, രാജാവായിരുന്നു. എല്ലാം വലിച്ചെറിഞ്ഞ് സുഹൃദിന്റെ പാതയത്തിലേക്ക് ഇറങ്ങിയത്. അപ്പൊ അള്ളാഹു പറയും, മലക്കുകളെ, മലക്കുകളെ, എന്റെ അടിമകളിലേക്ക് നിങ്ങളൊന്ന് നോക്കുവീൻ. മലക്കുകളെ, ശരീരം മുഴുവൻ അഴുക്ക് പുരണ്ടിട്ടുണ്ട്, വസ്ത്രത്തിൽ അഴുക്ക് പുരണ്ടിട്ടുണ്ട്, മുടികൾ ജട പിടിച്ചിട്ടുണ്ട്. അവരെന്നിലേക്ക് അടുക്കുകയാണ്. അറഫാ ഭൂമിയിൽ നിന്നുകൊണ്ടെന്ന് റബ്ബുൽ ആലമീൻ അഭിമാനം പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അഭിമാനം, അല്ലാഹുക്ക് അഭിമാനം. ഇതെന്തൊരു പ്രയോഗമാണത്! ഇന്ന് ശരീരം അഴുക്ക് പുരണ്ട് മുടി ജട പിടിച്ച് ഹജ്ജ് ചെയ്യുന്ന ആരുള്ളത്? ആരുള്ളത്? സഫാ മർവയാണെന്ന് പോലും നമുക്ക് തോന്നൂല അല്ലേ? നമ്മളിപ്പോ ആ ഒരു എയർ കണ്ടീഷൻഡ് സഫാ മർവയുടെ ഇടയിലൊക്കെ നിൽക്കും. ഇതിപ്പോ ഹാജറ ബീവി എന്ത് സുഖമാണ് ഇങ്ങനെയൊക്കെ കയറി ഇറങ്ങുകയാണെങ്കിൽ അല്ലേ? ഇന്ന് നമുക്കെല്ലാം സിമ്പിളാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ ആ തഖ്വ ഉണ്ടാകണം. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അന്ന് സയ്യിദത്തുന ഹാജർ റളിയല്ലാഹു അൻഹ കയറുമ്പോ അത് വെറും മൊട്ടക്കുന്നാണ്, ഒന്നുമില്ല, മനുഷ്യരില്ല, ഒരു ബിൽഡിംഗ് ഇല്ല, വെറും കാടാണ്, മരുക്കാടാണ് മക്ക എന്ന് പറയുന്നത്. സയ്യിദത്തുന ഹാജർ റളിയല്ലാഹു അൻഹ. അല്ലാഹു പറയും, എന്റെ അടിമകളിലേക്ക് നോക്ക്. യർജൂന റഹ്മതി വലം യറൂ അദാബി, എന്റെ റഹ്മത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ അദാബ് അവർ കണ്ടിട്ടില്ല. എന്റെ റഹ്മത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ അദാബ് അവർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ എന്താ? എന്റെ അദാബ് എങ്ങാനും അവർ കണ്ടിരുന്നുവെങ്കിൽ എന്റെ റഹ്മത്ത് എന്തായാലും ആഗ്രഹിക്കും. പടച്ചോനെ നിന്റെ റഹ്മത്ത് വേണം, റഹ്മത്ത് വേണം എന്ന് പറഞ്ഞേനെ. പക്ഷെ എന്റെ അദാബ് അവർ കണ്ടിട്ടില്ല, അവർ കേട്ടിട്ടേ ഉള്ളൂ, അവർ ഖുർആൻ ഓതിയിട്ടേ ഉള്ളൂ. പക്ഷെ ഖൽബിൽ എന്റെ റഹ്മത്തിനോട് അവർക്ക് ആഗ്രഹമാണ്. മലക്കുകളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ അഭിമാനം പറയുന്ന നിമിഷം, ഒരു കണ്ണിയാകാൻ മരിക്കുന്നതിന് മുൻപ് അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, വലൗ കാന ദുനൂബഹും അദദുർ റംൽ, ഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണത്തിനനുസരിച്ച് പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും, ഔ അദദുൽ ഖത്ർ, മഴത്തുള്ളികളുടെ എണ്ണം അനുസരിച്ച് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ഔ സുബദുൽ ബഹർ, കടലിലെ നുരയോളം, കടലിലെ കുമിളകൾക്കനുസരിച്ച് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ലഗഫർതുഹാ, അത് മുഴുവൻ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു മലക്കുകളെ എന്ന് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്താ പറഞ്ഞു? മണൽത്തരികൾക്ക് എന്തോരം മണൽത്തരികളുണ്ട്, നമ്മൾ എണ്ണി നോക്കിയാൽ തീരും ഇല്ലല്ലോ. അത്രയും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, മഴത്തുള്ളിക്കനുസൃതമായി പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം അല്ലാഹു പുറത്തു തരും.
പക്ഷേ അങ്ങനെ പുറത്തു കൊടുത്താൽ അവിടെ പാപികളുണ്ട്. സാരല്ല, എന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഞാൻ പുറത്തു കൊടുക്കും. നിങ്ങൾ സാക്ഷികളാണ് മലക്കുകളെ. അല്ലാഹു പറയും, സയ്യിദുനാ റസൂലുള്ളാഹ്, അവന്റെ റഹ്മത്ത് പ്രതീക്ഷ കൈവിടല്ലേ, പ്രതീക്ഷ കൈവിടല്ലേ. അവന്റെ റഹ്മത്ത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ മലപ്പുറത്തുള്ള ഒരു ഫാമിലി അത്യാവശ്യം വെൽ സെറ്റിൽഡ് ആണ്. കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് 10-14 കൊല്ലായി. മക്കളില്ല. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ GCC കൺട്രീസിൽ അവർ കാണിച്ചിട്ടുണ്ട്. നാട്ടിൽ വന്ന് കുറേ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്. പ്രതീക്ഷ അറ്റുപോകുന്ന നിമിഷം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, പുള്ളി എന്നോട് പറയും, എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എന്തിനാ പ്രതീക്ഷ കൈവിടണേ? അള്ളയില്ലേ, നമുക്ക് തഹജ്ജുദ് നിസ്കരിച്ചൂടെ? തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നമുക്ക് അള്ളാഹുവോട് ചോദിച്ചൂടെ? അവന്റെ സഹായം വാനലോകത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ റബ്ബിലേക്ക് കൈ ഉയർത്തിക്കൂടെ? ഇന്ന് ഞാൻ 3 മക്കളുടെ ബാപ്പയാണ് ഉസ്താദേ എന്ന് എന്നോട് പറഞ്ഞത് ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട്. 3 മക്കളുടെ ബാപ്പയാണ് ഞാൻ. എന്തേ എന്റെ റബ്ബിന്റെ പ്രതീക്ഷയിൽ കൈവിടുന്നില്ല, റബ്ബിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ വെടിഞ്ഞിട്ടില്ല. അതാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹുവിന്റെ അദാബ് കണ്ടിട്ടില്ലവര്, എന്നിട്ടും അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുന്ന ആ സമൂഹമുണ്ടല്ലോ, അവർക്ക് അള്ളാഹു മുഴുവൻ പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു പറയും. സയ്യിദുനാ റസൂലുള്ളാഹ് വലിമൻ ശഫഅതഹും, അവരാർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ അവർക്കും പുറത്തു കൊടുക്കും. നമ്മിൽ നിന്ന് ഹജ്ജിന് പോയ കുറെ ആളുകളുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെ കുറിച്ച് ഓർക്കാൻ അള്ളാഹു അവർക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറഫ നമ്മുടെ പെരുന്നാളാണ്. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, യൗമു അറഫ വയൗമുൻ നഹർ വഅയ്യാമു തശ്രീഖ്, ഇത് 3ഉം ഈദുനാ അഹ്ലുൽ ഇസ്ലാം, നമ്മുടെ പെരുന്നാളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. യൗമുൻ നഹർ ബലി പെരുന്നാള്, അയ്യാമു തശ്രീഖിന്റെ ദിവസമൊക്കെ ബാഹ്യമായ ഭാഗമാണെങ്കിൽ ആന്തരികമായ ആത്മീയതയുടെ ഉത്സവമാണ് അറഫ എന്ന് പറയുന്നത്. കാരണം അള്ളാഹു നമ്മളിലേക്ക് അത്ര ഇറങ്ങി വരുന്നുണ്ട് എന്നാണ് അള്ളാഹിന്റെ സഹായം. അള്ളാഹു ആ ദിവസത്തെ അതിന്റെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അമലുകൾ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ ഒരുപാട് പ്രവാചകന്മാരുടെ സ്വാലിഹീങ്ങളുടെ കണ്ണുനീർ വീണ് കുതിർന്ന ഇടമാണ് അറഫ എന്ന് പറയുന്നത്. അറഫ, അവിടെ രാജാവിന് അലങ്കാരങ്ങളില്ല, പണ്ഡിതന് തലപ്പാവില്ല, പോലീസുകാരന് തൊപ്പിയില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ സ്ഥാനത്തിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. പക്ഷെ അത് ധരിക്കുമ്പോഴും നീ അഹങ്കാരിയായി പോകരുത്. എല്ലാവരും തുല്യരാണെന്നുള്ളൊരു ബോധ്യം അവിടെ നിന്ന് പകർന്നു നൽകുകയാണ് അറഫാ ദിനത്തിൽ, അറഫയിൽ സംഗമിക്കുന്നതിലൂടെ ലഭിക്കാനാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ അധ്യാപനങ്ങളിൽ കാണാം, അറഫ അത് മഹ്ശറിന്റെ ഒരു പതിപ്പാണ്. മഹ്ശറിന്റെ ഒരു പതിപ്പ്, മഹ്ശറിൽ എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടുന്നത് പോലെ അതിന്റെ ഒരു ഇവിടത്തെ ഒരു പതിപ്പാണ്. ഈ അറഫയിൽ പോയി നിന്നിട്ടും ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷവും ഒരു മനുഷ്യൻ മാറുന്നില്ല എങ്കിൽ അവന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയത് കാണും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون اليوم نختم على أفواههم അവരുടെ വായയ്ക്ക് സീൽ വെക്കപ്പെടുന്ന നിമിഷങ്ങൾ, വായ സീൽ വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകൾ സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി പറയും. കയ്യും കാലും ഒക്കെ സംസാരിക്കും. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ വായ കളവ് പറയുന്ന നിമിഷം അത് സീൽ വെക്കപ്പെടും. അതാണ് മഹ്ശറിലെ അതിഭീകരമായ വിചാരണ എന്ന് പറയുന്നത്. മഹ്ശറിലുണ്ട് വിചാരണ, അതുപോലെ അറഫയിലുണ്ട് ഒരു വിചാരണ. അറഫയിലെ വിചാരണ എങ്ങനെയാണ്? ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യണമെന്ന് സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറഫാ ദിനം, അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല നമുക്കും ഖൈറു ദുആ ദുആഉ യൗമി അറഫ, നബി മുഹമ്മദ് മുസ്തഫ ഏറ്റവും നല്ല ദുആ, ഏറ്റവും നല്ല ദുആ, ഖൈറു ദുആ, ദുആകളിൽ വെച്ച് ഏറ്റവും നല്ലത് അറഫാ ദിനത്തിലെ ദുആയാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി,
ഞാനും എനിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വചനം അത് ഏതാണെന്നറിയൂ എന്ന് പറഞ്ഞാൽ അറഫാ ദിവസം ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ട വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. വഹ്ദഹു ലാ ശരീക ലഹ്, അവൻ ഏകനാണ്, അവനൊരു പങ്കുകാരനുമില്ല. പിന്നെ ലഹുൽ മുൽക്ക്, സർവാധിപത്യവും അവനിൽ നിക്ഷിപ്തമാണ്. വലഹുൽ ഹംദ്, എല്ലാ സ്തുതികളും അവന് മാത്രമുള്ളതാണ്. യുഹ്യി വയുമീത്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലാഹുവാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവൻ റബ്ബാണ്. ഈ ദിക്ർ അറഫാ ദിനത്തിൽ അധികരിപ്പിക്കാൻ നമുക്ക് അധ്യാപനമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹ് ഏതാണ് ആ ദിക്ർ എന്ന് പറഞ്ഞേ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഏത് ബോധ്യത്തിൽ? ഞാൻ ഒന്നിനും കഴിയാത്ത അള്ളാഹുവിന്റെ വെറും ഒരു അടിമ മാത്രമാണ്. എല്ലാത്തിനും കഴിവുന്നവൻ എന്റെ റബ്ബാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ചൊല്ലണമെന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാജിമാര് ദുൽഹജ്ജ് 9 അറഫയിൽ നിൽക്കണം. നമ്മൾ ദുൽഹജ്ജ് 9 എന്ത് ചെയ്യണം? നോമ്പ് പിടിക്കണം, അല്ലേ? സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, അറഫാ ദിവസത്തെ നോമ്പെന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളെ പുറത്തു തരും. വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളെ പൊറുപ്പിക്കും. വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം പൊറുക്കും, കഴിഞ്ഞൊരു വർഷത്തെ പാപം പൊറുക്കും. കഴിഞ്ഞൊരു വർഷത്തെ ചെറുപാപങ്ങൾ മുഴുവൻ ആ ഒരൊറ്റ നോമ്പ് കൊണ്ട് പുറത്തു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന എങ്ങനെയാ? ഇമാമിങ്ങൾ 2-3 ഓപ്ഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, പാപങ്ങൾ ചെയ്യാതിരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും, കുറ്റങ്ങളിലേക്ക് അടുക്കില്ല. മറ്റൊന്ന്, ചെയ്തു പോയി കഴിഞ്ഞാൽ തൗബ ചെയ്യാനുള്ള ചാൻസുകൾ ഉണ്ടാവും. പിന്നെ ചില ഇമാമിങ്ങൾ പറഞ്ഞു, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതത്വല്ലേ, അതിനർത്ഥം ഒരു വർഷം ജീവിച്ചിരിക്കണ്ടേ, ദീർഘായുസ് ലഭിക്കാൻ പോലും അറഫാ ദിനത്തിലെ നോമ്പ് ഗുണം ചെയ്യുമെന്ന്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകട്ടെ. എപ്പോഴാണ് നോമ്പ് പിടിക്കണ്ടേ? ഇനി അങ്ങ് വിവാദമാണ്. എപ്പോഴാണ് നോമ്പ് പിടിക്കണ്ടേ? നമ്മളെല്ലായിടത്തും ഓരോ കമ്മിറ്റി കൂടും. അത് മക്കത്ത് നമ്മൾ നിലാവ് കണ്ടതനുസരിച്ച് നമ്മൾ ഇന്നല്ലേ? അല്ലല്ല. ദുൽഹജ്ജ് 9 നമുക്കെന്നാണോ അന്നാണ് നമ്മൾ നോമ്പ് പിടിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ നിലാവ് കണ്ടതെന്നാണ്, അതിനനുസൃതമായിട്ടാണ് നമുക്ക് ദുൽഹജ്ജ് 9 നോമ്പ് പിടിക്കാന്ന് പറയുന്നത്. ദുൽഹജ്ജ് 9 ആകുമ്പോൾ മക്കത്തുള്ള ഹാജിമാര് അറഫയിൽ നിൽക്കണം, അല്ലാത്തൊരു നോമ്പ് പിടിക്കണം. നമുക്കെന്നാണോ ദുൽഹജ്ജ് 9 വരുന്നത് അന്ന് നമ്മൾ നോമ്പ് പിടിക്കാം. ഈ ഇസ്ലാം ഇന്നൊന്നും വന്നതല്ലല്ലോ. 1500 കൊല്ലമായിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ ഇസ്ലാം ആദ്യകാലം മുതലേ ഉണ്ട്. പിന്നീട് ഹബീബായ തങ്ങളുടെ കാലഘട്ടം മുതൽ ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്നിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ ആരെങ്കിലും ഹജ്ജിന് പോയി തിരിച്ചു വന്നാലേ, ഈ കുറച്ച് വർഷങ്ങൾ ബാക്കിലോട്ട് പോയാലുള്ള കഥയെ പറയണേ, ആരെങ്കിലും ഹജ്ജിന് പോയി തിരിച്ച് നാട്ടിലെത്തിയാലാണ് മക്കത്ത് അറഫ എന്നായിരുന്നു എന്ന് നമ്മൾ അറിയണത്. നമ്മളിവിടെ നോമ്പ് പിടിച്ചത് നമ്മുടെ നാട്ടിൽ എന്നാണ് ദുൽഹജ്ജ് 9 അത് കണക്കാക്കിയാണ്. അതുപോലെ തന്നെ അപ്പോ ഉസ്താദേ, അറഫാ നോമ്പ് എന്ന് അതിന് പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അത് അറഫാ ദിവസം തന്നെ പിടിക്കണ്ടേ? അതും ഒരു തെറ്റിദ്ധാരണയാണ്. ഈ ദുൽഹജ്ജിലെ ദിവസങ്ങൾ കണക്കാക്കപ്പെടുന്നത് ഹജ്ജിന്റെ ദിവസങ്ങളുടെ പേര് കൊണ്ടാണ്. ദുൽഹജ്ജ് 8 യൗമു തർവിയ. ഇന്ന് ദുൽഹജ്ജ് നമുക്ക് 7ആണ്, നാളെ 8ആണ്. മക്കത്ത് ഇന്ന് 8ആണ്, അവർക്ക് യൗമു തർവിയാണ്. നമുക്ക് യൗമു തർവിയ നാളെയാണ്. ദുൽഹജ്ജ് 8ന്റെ പേര് യൗമു തർവിയ എന്നാണ്. ദുൽഹജ്ജ് 9ന്റെ പേര് യൗമു അറഫ എന്നാണ്. ദുൽഹജ്ജ് 10ന്റെ പേര് യൗമുൻ നഹർ എന്നാണ്. ഈ പേര് കണക്കാക്കിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അറഫാ ദിവസം നോമ്പ് പിടിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുൽഹജ്ജ് 9 നോമ്പ് അനുഷ്ഠിക്കണം. പിന്നെ ചില ആളുകൾ പറയാറുണ്ട്, ഇത് ഹാജിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ, ഹാജിമാർ അവിടെ അറഫയിൽ നിൽക്കുമ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നോമ്പ് പിടിക്കണം. അത് ഏറ്റവും വലിയ ബ്ലണ്ടറാണെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ ഒരു ഹദീസിന്റെ കിതാബിലും എവിടെയും കാണാനില്ല.
അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ദുആ ചെയ്യാം. പക്ഷെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നോമ്പെടുക്കണം എന്നത് ഒരു ഹദീസിന്റെ കിതാബിലും ഒരു ഇമാമിന്റെ ഖൗലിലും നമുക്കത് കാണാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തെല്ലായിടങ്ങളിലും ഒരേ സമയം ഹാജിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഇമ്പോസിബിൾ അല്ലേ? ഇപ്പോ ഹാജിമാർ അവിടെ നിൽക്കുന്ന അതേ സമയം നമ്മളിപ്പോ ഇന്ത്യയിലെ കഥ നോക്കുകയാണെങ്കിൽ തന്നെ 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട് അല്ലേ? 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പൊ ഒരേ സമയത്ത് നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂല. ഇനി വേണ്ടാന്നേ, അമേരിക്കയിലെ കഥ നോക്ക് നിങ്ങൾ. ഹാജിമാരവിടെ അറഫയിൽ നിൽക്കുമ്പോൾ അമേരിക്കയിൽ രാത്രിയാണ്. രാത്രി നോമ്പ് പിടിക്കാൻ ഏതായാലും പറ്റൂലല്ലോ. അപ്പൊ എല്ലാവരും ഒരുമിച്ച് ഐക്യപ്പെട്ട് ഐക്യദാർഢ്യം അവിടെ പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു സിസ്റ്റം തന്നെ ഇസ്ലാമിലില്ല. നമ്മൾ ഈ ലോകത്തിന്റെ ആ ഒരു മാപ്പ് എടുത്തിട്ട് ലോഞ്ചിറ്റ്യൂഡൊക്കെ കൃത്യമായി നോക്കിയാൽ തന്നെ ലോകത്ത് ഒരിടത്തും ഒരേ സമയം പെരുന്നാളും ഒരേ സമയം അറഫ എന്ന് പറയുന്നത് അത് ഇമ്പോസിബിളായ കാര്യമാണ്. വെറുതെ നമ്മൾ ഈ സംഭവിക്കാത്ത കാര്യത്തിന് വേണ്ടി തർക്കിക്കണം. എന്തിനാ? നമുക്ക് തർക്കിക്കാൻ വിഷയം കിട്ടാത്തതിന്റെ പ്രശ്നമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പെരുന്നാൾ വരുമ്പോൾ നബിദിനം വരുമ്പോൾ ഇങ്ങനെ തർക്കിക്കാൻ വേണ്ടി ഇങ്ങനെ വെമ്പല് കൊണ്ട് നിൽക്കാൻ അല്ലേ? ഈ തർക്കിച്ച് നശിച്ചു പോകുന്ന സമുദായമായി നമ്മൾ മാറിയോ? എന്തിനാ തർക്കിക്കുന്നത്? നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ പോരെ. പൂർവികരായ ആളുകളൊക്കെ പണ്ട് അറഫയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഹജ്ജ് ചെയ്ത് ഇവിടെ വന്നാലാണ് അവിടെ അറഫ എന്നായിരുന്നു എന്ന് നമ്മൾ അറിയണത് ഇല്ലേ? അപ്പൊ അന്നത്തെ ആളുകൾക്കൊക്കെ അറഫ തെറ്റിപ്പോയി എന്ന് പറയോ? ഇല്ല. അപ്പൊ അന്നും ഇന്നും എന്നും ഇസ്ലാമുണ്ട്. കൃത്യമായി നമുക്ക് ബോധനുണ്ട്. ദുൽഹജ്ജ് 9 എന്നാണോ അന്ന് നോമ്പ് പിടിക്കാം. ഇനി ദുൽഹജ്ജ് 8 കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ ഉസ്താദേ? ദുൽഹജ്ജ് 1 മുതൽ 9 വരെ പിടിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. 8 നിങ്ങൾ പിടിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അറഫയുടെ നോമ്പ് അത് ദുൽഹജ്ജിനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ കൂടുതൽ നന്മകൾ ചെയ്യാം. നിങ്ങൾ നന്മകളിലേക്ക് ഓടി വരണേ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. വേസ്റ്റാക്കി കളയരുത്. ഇനിയുള്ള നിമിഷങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ പകലുകൾ റമദാനിലെ പകലുകളെക്കാൾ ശ്രേഷ്ഠമാണെന്ന് പോലും ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് ദിവസങ്ങൾ, കുറച്ച് ദിനരാത്രങ്ങളെ ഉള്ളൂ. നഷ്ടപ്പെടുത്തി കളയാതെ അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെ ജീവിതത്തിൽ അറഫാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. ഹജ്ജത്തുൽ വിദാ, ഖുതുബത്തുൽ വിദാ, പലയിടങ്ങളിലൊക്കെ ഇങ്ങനെ പോസ്റ്ററായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും വിടവാങ്ങൽ പ്രസംഗം. പക്ഷെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ? അറബിയേക്കാൾ അനറബിക്ക് വിലയില്ല, അനറബിയേക്കാൾ അറബിക്ക് വാല്യൂ ഇല്ല. എല്ലാവരും നാഥനായ റബ്ബിന്റെ മുമ്പിൽ തുല്യരാണ്. ഇല്ല വിച്ചക്കവല്ല, തഖ്വ കൊണ്ടല്ലാതെ. അത് മാത്രമല്ല, നിങ്ങൾക്കൊരു മനുഷ്യന്റെ അഭിമാനം നിങ്ങൾക്ക് ഹറാമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നും പല രാജ്യങ്ങളിലും കറുത്ത വർഗ്ഗക്കാരെ കയറ്റാത്ത പലയിടങ്ങളുണ്ടെന്നും. വെളുത്തതിന്റെ പേരിൽ, കറുത്തതിന്റെ പേരിൽ, വംശീയ അധിക്ഷേപങ്ങളുടെ പേരിൽ ഇന്ന് ലോകം മുഴുവൻ കൂത്താടുകയാണ് ഇത്തരം തോന്നിവാസങ്ങളൊക്കെ. അപ്പോഴാണ് 1500 കൊല്ലം മുമ്പ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി ഒരു പ്രഖ്യാപനം, ഇന്ന അബാകും വാഹിദ, നിങ്ങളെല്ലാവരും ഒരൊറ്റ തന്തയ്ക്ക് പിറന്നവരാണ്, ഒരൊറ്റ വാപ്പയ്ക്ക് പിറന്നവരാണ്. തമ്മിലടിക്കരുത്. മതങ്ങളുടെ പേര് പറഞ്ഞ്, ജാതിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തല്ലേണ്ടവരല്ല. നിറത്തിന്റെ പേര് പറഞ്ഞ് തമ്മിലടിക്കേണ്ടവരല്ല. സമ്പത്തിന്റെ പേര് പറഞ്ഞ് തമ്മിലടിക്കേണ്ടവരല്ല. ഇന്ന അബാകും വാഹിദ്, ഒരൊറ്റ വാപ്പയ്ക്ക് പിറന്നവരാ. പിന്നെ എങ്ങനെയാ മക്കളെ നിങ്ങളെ തമ്മിലടിക്കുക? സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി. സയ്യിദുനാ ബിലാൽ, കറുവറുത്ത മനുഷ്യൻ, ഒരു നായയെ പോലെ ആട്ടി ഓടിക്കുമായിരുന്നു മക്കത്തെ ഖുറൈശികൾ ബിലാലിനെ കണ്ടാൽ. അങ്ങനെയുള്ള ബിലാലിനെ ഏറ്റവും ഉത്തമനാക്കി തീർത്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. ഒരിക്കല് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തില് ബിലാൽ റളിയല്ലാഹു ഡമസ്കസിലാണുള്ളത്. അപ്പൊ ബിലാലിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, സിറിയയുടെ ബോർഡറിൽ പോയി നിൽക്കുക. ബിലാലിനെ കണ്ടപ്പോഴേക്ക് വിളിച്ചു പറയുന്നുണ്ട്, സയ്യിദുനാ ബിലാൽ, നമ്മുടെ നേതാവ് ബിലാൽ. ആരത് പറയണത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമറിന്റെ വായിൽ നിന്ന് വീഴാൻ സയ്യിദുനാ ബിലാൽ, നമ്മുടെ നേതാവ് ബിലാൽ. കറുകറുത്ത അടിമയായിരുന്ന, എല്ലാവരാലും ആട്ടിയകറ്റപ്പെട്ട ബിലാലിനെ ഉത്തമ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയത് അല്ലാഹുവിന്റെ ദീനാണ്. ആ ബിലാലിനെ ആദരിച്ചതും അല്ലാഹുവിന്റെ ദീനാണ്.
ബിലാലിനെ ആദരിക്കണമെന്ന ബോധം പകർന്നു കൊടുത്തത് അള്ളാഹുവിന്റെ മതമാണ്. നമ്മൾ മതത്തിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുമ്പോഴും പലപ്പോഴും ഇത്തരം മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈമാനിൽ ബലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. നമുക്കിടയിൽ തറവാടിത്തത്തിന്റെ പേര് പറഞ്ഞ് തമ്മിലടിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അല്ലേ? ഞങ്ങൾ ഇച്ചിരി വലിയ തറവാട്ടുകാരാണ്. ഇതിന് വലിയ തറവാട് എന്ന് തോന്നിക്കുന്ന ആളുകളൊക്കെ കുറച്ച് പാവപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ നിങ്ങൾക്കൊരു പ്രയാസമാണ്. ആ പ്രയാസം അത് ഈമാനുള്ളവർക്ക് ഉണ്ടാകില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. فإذا نفخ في الصور فلا أنصاب بينهم. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഒരു തറവാടിത്തവും പരിഗണിക്കപ്പെടില്ല. വലിയ തറവാട്ടുകാർ ആദ്യം ഒന്നും പറയൂല, ഒരു തറവാടിത്തത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, എല്ലാവരും തുല്യരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഒരു തറവാടിത്തത്തിന്റെ പേര് പറഞ്ഞ് പെരുമ നടിക്കേണ്ട ആവശ്യമില്ല, അതില്ല. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ് പറയുന്നുണ്ട് അവിടുന്ന് സമത്വത്തെ കുറിച്ച്. എല്ലാവരും തുല്യരാണ്, കരച്ചവനും വെളുച്ചവനും സമ്പത്തുള്ളവനും ഇല്ലാത്തവനും പണ്ഡിതനും പാമരനും ഒരൊറ്റ കാര്യം കൊണ്ട് ഉയരുള്ളൂ, തഖ്വല്ലാഹ്, അല്ലാഹുവിൽ തഖ്വ ഉണ്ടാകണം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മിണ്ടാൻ പോലും സ്വാതന്ത്ര്യമില്ല, മിണ്ടാനെന്നല്ല ജനിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സമയത്താണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാന്നറിയോ? ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളുടെ പെണ്ണിനോട് മാന്യമായി പെരുമാറുന്നവനാണ്. ഞാൻ എൻ്റെ കുടുംബത്തോട് മാന്യമായിട്ട് പെരുമാറുന്നവനാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇങ്ങനൊരു മനുഷ്യന് സ്വയം സർട്ടിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മളെ കൊണ്ട് പറ്റുമോ? ഞാൻ എൻ്റെ കുടുംബത്തോട് പക്കയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റണം എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? സ്വഹാബത്ത് ഇത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ആയിഷ ഉമ്മ, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിന്ന് ചില അത്ഭുതകരമായ ഏടുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അവിടുത്തെ ജീവിതത്തിൽ എന്താണ് അത്ഭുതമല്ലാത്തത്? കരയുകയാണ് സയ്യിദത്തുന ആയിഷ. ആയിഷയ്ക്ക് ഇഷ്ടമായിരുന്നില്ല, ആയിഷ ചെറിയ പെണ്ണായിരുന്നു, ആയിഷയെ പിടിച്ചുകൊണ്ടുപോയി കെട്ടിച്ചതാണെന്നൊക്കെ പറയുന്നവരെ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ റസൂലുള്ളാഹിനെ സ്നേഹിച്ച മറ്റാരാണുള്ളത്? വിശദമായതിനെ കുറിച്ചൊക്കെ പറയണം, ഒരു പ്രസംഗത്തിൽ വിശദമായി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ കരയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു. അവിടുന്ന് പറയണം, ഒരു രാത്രി എൻ്റെ സമയമായിരുന്നു, എൻ്റെ വിരിപ്പിലേക്ക് വന്നു മുഹമ്മദ് മുസ്തഫ. ഞങ്ങൾ ഒരുമിച്ചൊരു വിരിപ്പിൽ കിടന്നു. ഭാര്യയും ഭർത്താവും കിടക്കേണ്ടത് ഒരു വിരിപ്പിലാണ്, രണ്ട് വിരിപ്പിലല്ല. ഒരു വിരിപ്പ് അത് സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ കിടന്നാൽ അതിനു പോലും പ്രതിഫലമുണ്ട് എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. ഒരു വിരിപ്പിൽ കിടക്കാം, അത് നമ്മളെപ്പോഴും നമ്മുടെ വാപ്പായും ഉമ്മായും ഒക്കെ അവര് പ്രായമായാലും അവരൊരുമിച്ച് കിടത്തണം അല്ലേ? നമുക്ക് രണ്ട് പിള്ളേരുണ്ടെങ്കിൽ ഒരു പിള്ള ഉമ്മാടെ കൂടെ കിടക്കും, ഒരെണ്ണം ബാപ്പാടെ കൂടെ കിടക്കും. അങ്ങനെ നമ്മൾ കിടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ വലുതാകുമ്പോൾ നമ്മളെ അതുപോലെ കിടക്കും. നമ്മൾ വിചാരിക്കും ആ സമയത്ത് മാറിക്കിടക്കാൻ, നടക്കൂല, പിള്ളേരുടെ കൺട്രോളിലായിട്ടുണ്ടാവും കാര്യങ്ങൾ. നമ്മൾ കാണിച്ചു കൊടുക്കണം അവർക്ക്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വിരിപ്പിനകത്തേക്ക് വന്നു, എന്നെ ചേർത്ത് പിടിച്ചു. ആയിഷ, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറയാ അല്ലേ? ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു ആയിഷ. സയ്യിദുനാ റസൂലുള്ളാഹ് എന്തൊരു റൊമാൻറ്റിക്കാണ് ആ മഹാമനീഷി. സൈക്കോളജിക്കൽ ഇസ്ലാമിക് സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്, ഈ ഒരു ഹദീസ് വെച്ചിട്ട് എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ടവളോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ കൂലി കിട്ടുമെന്ന് പറയാറുണ്ടോ? എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എത്ര വയസ്സായാലും താടി നരച്ചാലും എന്ത് പ്രായം എത്തിയിട്ടുണ്ടെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവളോടൊപ്പം ചേർന്ന് നിന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഐ ലവ് യു എന്ന് പറയണം. അത് സ്നേഹം വർദ്ധിക്കും. നിങ്ങൾക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടായിക്കോട്ടെ, ആ ബെഡ്റൂമിൻ്റെ അകത്തേക്ക് പിണക്കങ്ങളൊന്നും വരാൻ പാടില്ല. ബെഡ്റൂമിൻ്റെ ഇപ്പറയാണ് പിണക്കങ്ങളൊക്കെ നിൽക്കേണ്ടത്. അകത്ത് ഐ ലവ് യു എന്ന് പറയണം. എൻ്റെ ഹബീബ് എന്നോട് പറഞ്ഞു. എന്നിട്ടോ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആയിഷ, ഞാൻ നിന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, എനിക്കൊരാഗ്രഹമുണ്ട്, ഈ രാത്രിയിൽ നാഥനായ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ എനിക്ക് കൊതിയുണ്ട്. ആയിഷ, നീ അനുവാദം തരികയാണെങ്കിൽ ഞാൻ പോയി സുജൂദ് ചെയ്യട്ടെ. എന്തൊരു വർത്തമാനാണത്, എന്തൊരു അംഗീകാരം! ഇതിനപ്പുറം ഒരു സ്ത്രീക്ക് എന്ത് അംഗീകാരമാണ് വേണ്ടത്? അവളുടെ പ്രിയപ്പെട്ടവൻ അവൾക്ക് വില കൊടുക്കണം. ഒരു പെണ്ണിന് ഇസ്സത്തില്ലാതായി മാറുന്നത് അവളുടെ പ്രിയപ്പെട്ടവൻ ലോകർക്ക് മുമ്പിൽ അവളെ താറടിക്കുമ്പോഴാണ്. അവൾക്ക് വില കൊടുക്കണം. ലോകത്തെ ഏറ്റവും നല്ല പുരുഷനാരാണെന്ന് ഹബീബ് റസൂലുള്ളാഹ്. സ്വന്തം ഭാര്യ പറയണം നീ നല്ലവനാണ് എന്ന്.
അല്ലേ? നീ പള്ളിയിലെ ഖത്തീബാണ്, നീ കമ്മിറ്റിക്കാരനാണ്, നീ വല്ല സാമൂഹിക പ്രവർത്തകനാണ്, ആയിക്കോട്ടെ. എന്ന കെട്ടികളോട് വെച്ച് വെച്ചോക്കെ എങ്ങനെയുണ്ട് ആള്? അതൊരു കഥയില്ല, കഥ കഴിഞ്ഞു. നബി മുഹമ്മദ് റസൂലുള്ളാഹ്. നീ ആണാണോ, നീ അടിപൊളിയാണോ? കെട്ടിയോള് പറയണം എൻ്റെ കാക്ക പക്കയാണ്. എന്നാ നീ പക്കയാണെന്ന് പറയോ? ഇതൊരു പെണ്ണിനോട് ചോദിക്കുക, തന്റെ ഇണയോട് അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ എനിക്ക് അനുവാദം തരുമോ ആയിഷ? അങ്ങയോടൊപ്പമുള്ള നിമിഷങ്ങളാണ് എനിക്കേറെ ഇഷ്ടം നബിയെ, ഞാൻ വല്ലാതെ കൊതിക്കുന്നു. പക്ഷേ അതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് അങ്ങയുടെ ഇഷ്ടമാണ് നബിയെ. അങ്ങ് സുജൂദ് ചെയ്യണേ സയ്യിദത്തുന ആയിഷ. എന്തൊരു പ്രണയമാണ്, എന്തൊരു പ്രണയമാണ്. അതായത് പെണ്ണിന് ജനിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന സ്ഥലത്ത് പെണ്ണിന് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത, പെണ്ണിനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച ഹബീബുന വസയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സുന്ദരമായിരുന്നു അവിടുത്തെ ജീവിതം. അല്ലാഹു റബ്ബുൽ ആലമീൻ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരിക്കൽ സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു, ചുരുക്കൻ ബിലാലും കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പോഴാണ് അബൂ സുഫിയാൻ അതിലിങ്ങനെ നടന്നു പോണത്. ബിലാൽ റളിയല്ലാഹു അൻഹു വേഗം പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ശത്രു കയ്യിലൊന്നും സാധനം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലേ, ടൂൾസ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ തല അടിച്ചു പൊട്ടിക്കണമെന്ന്. ആര്? സയ്യിദുന ബിലാൽ. ഇത് കേട്ടുകൊണ്ട് വരാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, അവര് സമൂഹത്തിലെ വലിയ ആൾക്കാരല്ലേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ബിലാലിനോട് പറഞ്ഞു, ബിലാലെ സമൂഹത്തിലെ വലിയ ആൾക്കാരാണത്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, മോശമായി പോയി. പെട്ടെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു തോന്നി, പടച്ചോനെ ഞാൻ പറഞ്ഞത് ശരിയായോ? എന്തോ ഒരു വൈകാരികമായ ഉണർവിന്റെ പേരിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഓടിച്ചെല്ലാണ് ഇലാ ഹദറത്തി റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ഞാനിങ്ങനെ പറഞ്ഞു പോയി, ഞാൻ ദേഷ്യപ്പെട്ടു ബിലാലിനോട്. നമ്മളാണെങ്കിൽ എന്താ പറയുക, നന്നായി, അവന് ഇച്ചിരി കൂടുതലാണ് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നിങ്ങൾ അവരോട് ദേഷ്യപ്പെട്ടോ, നിങ്ങൾ അവരോട് ദേഷ്യപ്പെട്ടോ, നിങ്ങൾ അല്ലാഹുവോടാണ് ദേഷ്യപ്പെട്ടത്. അബൂബക്കർ സിദ്ദീഖ് സയ്യിദുനാ റസൂലുള്ളാഹ്. പാവപ്പെട്ടവരോട് അകാരണമായി അവർക്ക് സമ്പത്ത് കുറഞ്ഞതിന്റെ പേരിൽ, അവർക്ക് സ്വാധീനം കുറഞ്ഞതിന്റെ പേരിൽ അവരെ നിങ്ങൾ ചെറുതായി കണ്ടാൽ, നിങ്ങൾ ചെറുതായി കാണുന്നത്, നിങ്ങൾ ദേഷ്യപ്പെടുന്നത് അല്ലാഹുവോടാണെന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫ. ഓടിച്ചെല്ലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അഫ്വൻ അഫ്വൻ യാ ബിലാൽ, പുറത്തു തരണേ ബിലാൽ, മാപ്പ് ചെയ്യണേ ബിലാൽ, തെറ്റ് പറ്റിപ്പോയി ബിലാൽ. ആരാണ് ആ ബിലാല് കിടന്ന് നരകിക്കുന്നത് കണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ബിലാലിനെ മോചിപ്പിക്കുന്നത്. ആ ബിലാലിനോട് മാപ്പ് പറയാൻ ഒരു ഹെഡ് വെയിറ്റ് അവർക്ക് ഉണ്ടായിരുന്നില്ല. തുല്യരായി ജീവിച്ചു, ഐക്യപ്പെട്ട് ജീവിച്ചു. എത്ര സുന്ദരമായിരുന്നു. ആ ഐക്യത്തിന്റെ സന്ദേശമാണ് അറഫയിലൂടെ നമുക്ക് പകർന്നു തരുന്നത് സയ്യിദുനാ റസൂലുള്ളാഹ്. 948 ഡിസംബർ 10 UN-ന്റെ ഡിക്ലറേഷൻ ഉണ്ടാകുന്നത്, അല്ലെ? ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ ഉണ്ടാകുന്നത് 948. 1500 കൊല്ലം മുമ്പ് അല്ലാഹു റബ്ബുൽ ആലമീൻ എത്ര കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ പ്രിയാമ്പിൾ തന്നെ ഇങ്ങനെയാണ്: ഇൻഹെറന്റ് ഡിഗ്നിറ്റി ഓഫ് ദ ഈക്വൽ ആൻഡ് ഇൻഅലൈനബിൾ റൈറ്റ്സ് of all members of human family is the foundation of freedom, justice, peace in the world. മനുഷ്യന്റെ അഭിമാനം അത് എത്ര പ്രിയപ്പെട്ടതാണ്, എത്ര മഹത്തരമാണ്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് ആദ്യം തന്നെ പറഞ്ഞത്, ഇന്ന ദിമാഅക്കും വഅംദാലക്കും വഅറാമക്കും ഹറാമുൻ അലൈക്കും. 1500 കൊല്ലം മുമ്പ് ഒരു മനുഷ്യൻ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് മറ്റൊരുത്തന്റെ അഭിമാനം, മറ്റൊരു മനുഷ്യന്റെ സമ്പത്ത്, മറ്റൊരു മനുഷ്യന്റെ രക്തം. ഇത് നിനക്ക് ഹറാമാണ്, തൊട്ടുപോകരുത്, തീണ്ടിപ്പോകരുത്. സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹ് കണ്ടോ, അന്നേ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആ ഹബീബിന്റെ അനുയായികളാണ് നമ്മൾ. നമ്മളെ കണ്ടിട്ട് ആളുകൾ ഇസ്ലാം മനസ്സിലാക്കണം, നമ്മളെ കണ്ടിട്ട് ആളുകൾ ഇസ്ലാം പഠിക്കണം, നമ്മളെ കണ്ട് ഓ ഇതാണ്, ഇങ്ങനെയാണല്ലേ മുസ്ലിംകളെന്ന് പറയണം. ആ ഹബീബിനെ കണ്ട് അങ്ങനെ മനസ്സിലാക്കിയാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. അല്ലാതെ ബൈബിളും ഗീതയൊക്കെ അങ്ങനെയാണ്, ഖുർആൻ ഇങ്ങനെയാണെന്ന് പ്രസംഗിച്ച് നടന്നിട്ടല്ല, ഹബീബിന്റെ സ്വഭാവം കണ്ടിട്ടാണ്. മറ്റത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ കണ്ട് സ്വഭാവം കണ്ട് ഇസ്ലാമിലേക്ക് വരണം, ഒരാളെങ്കിലും കൊണ്ടുവരാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ വിശുദ്ധ ദിവസങ്ങൾ കടന്നു വരികയാണ്, ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. അള്ളാഹു റബ്ബുൽ ആലമീൻ ഹൃദ്യമായ അമലുകൾ ചെയ്ത് അമലിലേക്ക് അടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബലിപെരുന്നാള് എന്നാണ്? തിങ്കളാഴ്ച ദിവസമാണ്. ഉറങ്ങിയോ? തിങ്കളാഴ്ച ദിവസം ബലിപെരുന്നാൾ ദിവസം ഏറ്റവും മനോഹരമായി നമുക്ക് പെരുന്നാൾ നിസ്കരിക്കണം. കൃത്യം 7:30 നിസ്കാരം ആരംഭിക്കും. 7 മണിക്ക് മുമ്പായിട്ട് പള്ളിയിലെത്തണം, തക്ബീർ ചൊല്ലി തുടങ്ങണം. എപ്പോഴാ തക്ബീർ സുന്നത്ത്?
അറഫാ ദിവസം, അതായത് വരുന്ന ഞായറാഴ്ച മുതൽ, ഞായറാഴ്ച സുബഹ് നിസ്കാരം കഴിയുന്നത് മുതൽ എല്ലാ വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും, അത് മയ്യത്ത് നിസ്കാരമാണെങ്കിൽ പോലും തക്ബീർ സുന്നത്തുണ്ട്. മനസ്സിലായോ? അപ്പോൾ അറഫാ ദിവസത്തിലെ സുബഹി മുതൽ തന്നെ തക്ബീറുകൾ ചൊല്ലി തുടങ്ങണം. പ്രത്യേകിച്ച് ഉളഹിയ്യത്ത് മൃഗത്തെ കാണുമ്പോൾ തക്ബീർ ചൊല്ലണം. അത് ചെറിയ നിലക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മതി. ഉളഹിയ്യത്ത് കർമ്മം വളരെയേറെ ശ്രേഷ്ഠതയുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചു. വളരെ വലിയ മഹത്വമുള്ള കാര്യമാണ്. നമ്മുടെ മനസ്സിൽ ആ വിങ്ങൽ വേണം. എല്ലാവരും കണ്ടായിരുന്നു മൃഗത്തെ? എല്ലാവരും കണ്ടോ? ഷെയറുകാരൊക്കെ കണ്ടോ? അല്ലാഹു, ഇതിപ്പോ എന്താണ് ഈ പരിപാടി? കണ്ടില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവണത്? അതിനൊന്ന് കണ്ടില്ലേ? നമുക്ക് എല്ലാ സൗകര്യങ്ങളും കമ്മിറ്റിക്കാർ ചെയ്തു തരും. എല്ലാ ഹഫീസായി മുമ്പിലുണ്ട്. എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തരും. നമ്മൾ കാണാം. അതിനൊന്ന് കണ്ട് തലോടുക. അത്രയെങ്കിലും ചെയ്യണ്ടേ? സ്വന്തം കുഞ്ഞിന്റെ കഴുത്തിലേക്ക് കത്തി വെക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഉണ്ടായ ഒരു വിങ്ങലുണ്ടല്ലോ, ആ വിങ്ങല് വേണ്ട. സ്വന്തം പോത്തിന്റെ കഴുത്തിൽ കത്തി വെക്കുമ്പെങ്കിലും ഒരു വിങ്ങല് വേണ്ടേ? അതെങ്കിലും നമ്മുടെ മനസ്സിൽ വരണ്ടേ? പോയി കാണണം, അതിനെ ഒന്ന് തലോടണം. ഒരു സ്നേഹനിർഭരമായ മനസ്സോടുകൂടി അതിന്റെ സാമീപ്യം ഒന്ന് ആഗ്രഹിക്കണം. നിങ്ങൾ ബഹുമാനിക്കണേ, ഉളഹിയ്യത്ത് മൃഗത്തെ ബഹുമാനിക്കണേ. അത് നിങ്ങൾക്ക് സിറാത്ത് പാലത്തിലെ വാഹനമാണെന്ന് റസൂലുള്ളാഹ്. ആ വാഹനം കിട്ടണമെങ്കിൽ ബഹുമാനത്തോടെ ഹൃദ്യമായി ആമല് ചെയ്യണം. അപ്പൊ സ്നേഹത്തോടെ നമ്മൾ അതിനെ ഒന്ന് പരിഗണിക്കണം. അറവ് നടക്കുമ്പോൾ അവിടെ ഹാജറാകണം. ഇറച്ചി മേടിച്ചിട്ട് വേഗം പോകണം എന്നല്ല. അവിടെ എല്ലാ പരിപാടിക്കും നമ്മുടെ കമ്മിറ്റിക്കാരുടെ കൂടെ നിന്ന് ആ പരിപാടി ഭംഗിയാക്കണം. അള്ളാഹുവിന്റെ ചിഹ്നാണ് ഉദ്ഹിയ്യത്ത്, ഇല്ലേ? വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഖൽബിൽ തഖ്വ വേണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. തഖ്വ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. തഖ്വ വേണം. തഖ്വയുള്ള ആളുകൾ അതിനെ ബഹുമാനിക്കുന്ന. അപ്പൊ നമ്മൾ പോയി കാണുക, തലോടുക. എല്ലാ കാര്യങ്ങളിലും ഉളഹിയ്യത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ അവിടെ ക്ലീനിങ്ങിനടക്കം നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. മറ്റാരെങ്കിലും നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക, അങ്ങനെയല്ല. നമ്മുടെ സാന്നിധ്യം, നമുക്ക് തിരക്കൊന്നുമില്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം മുഴുവൻ അവിടെ ഉണ്ടാകണം. റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.